ലിറ്റിൽ റെഡ് ഹെൻ. പണ്ടൊരിക്കൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. അവരാകെ വിശന്നിരുന്നു. അതുകൊണ്ട് തനിയെ പാചകം ചെയ്യാൻ തീരുമാനിച്ചു. ലിറ്റിൽ റെഡ് ഹെന്നിന് കുറച്ച് ഗോതമ്പ് മണികൾ കിട്ടി. അതും എടുത്തുകൊണ്ട് അത് കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. ആ വിത്തുകൾ വിതയ്ക്കാൻ ആരെങ്കിലും സഹായിക്കുമെന്ന് കരുതി. ആരെങ്കിലും എന്നെ സഹായിക്കാമോ? പശു, ഗോതമ്പ് മണികൾ നടാൻ എന്നെ സഹായിക്കാമോ? എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഈ ചൂടത്ത് പണിയെടുക്കാൻ എനിക്ക് കഴിയില്ല. ഹലോ പിഗ്, നീയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ? എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. ഈ ചൂടത്ത് പണിയെടുക്കാൻ എനിക്ക് കഴിയില്ല. ഡോഗ്, നീയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. വെയിലത്ത് നിന്ന് പണിയെടുക്കാൻ എന്നെ കിട്ടില്ല. എന്നാ ശരി, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ആ ലിറ്റിൽ റെഡ് ഹെൻ ഗോതമ്പ് മണികൾ തനിയെ വിതച്ചു. കുറേ ദിവസങ്ങൾ കടന്നുപോയി. വെയിലടിച്ചു, മഴയും വന്നു. ലിറ്റിൽ റെഡ് ഹെൻ കളകളെല്ലാം പറിക്കാൻ തീരുമാനിച്ചു. ഹായ്, എല്ലാം വളർന്നല്ലോ. പശു, കള പറിക്കാൻ എന്നെ സഹായിക്കാമോ? എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. ഇത്രയും നല്ല കാലാവസ്ഥയിൽ എങ്ങനെയാ പണിയെടുക്കാ? നീ തന്നെ ചെയ്താ മതി. പിഗ്, നീയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ? എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. ഇത്രയും നല്ല കാലാവസ്ഥയിൽ എങ്ങനെയാ പണിയെടുക്കാ? ഡോഗ്, കള പറിക്കാൻ നീയെങ്കിലും എന്നെ സഹായിക്കാമോ? എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പോൾ ജോലി ചെയ്യാനുള്ള മൂഡിലൊന്നുമല്ല. എന്നാ ശരി, ഞാൻ തന്നെ ചെയ്തോളാം. അതിനുശേഷം ലിറ്റിൽ റെഡ് ഹെൻ തനിച്ച വയലിലെ ജോലികളെല്ലാം ചെയ്തു. അങ്ങനെ കുറേ ആഴ്ചകൾ കടന്നുപോയി. സൂര്യപ്രകാശത്തിൽ ഗോതമ്പ് കതിരുകൾ വളർന്ന് വിളവെടുപ്പിന് പാകമായി. ഗോതമ്പ് കതിരുകളെല്ലാം വളരെ വലുതായി വളർന്നിരുന്നു. ലിറ്റിൽ റെഡ് ഹെൻ മറ്റുള്ള ജോലിക്കായി സുഹൃത്തുക്കളോട് സഹായം അന്വേഷിക്കാൻ പുറപ്പെട്ടു. പശു, വിളവെടുപ്പിന് എന്നെ സഹായിക്കാമോ? എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. ഇന്ന് ഞാൻ വിശ്രമിക്കേണ്ട ദിവസമാണ്. നീ തന്നെ ചെയ്തു. പിഗ്, നീയെങ്കിലും എന്നെ സഹായിക്കാമോ? എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. ഞാൻ ഇന്ന് ചെടിയിൽ കുളിക്കുന്ന ദിവസമാണ്. നീ തന്നെ ചെയ്തു. ഡോഗ്, നീയെങ്കിലും എന്നെ സഹായിക്കാമോ? എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഉറങ്ങാൻ പോകുക. ആ ജോലികളൊക്കെ നീ തന്നെ ചെയ്താ മതി. എന്നാ ശരി, ഈ ജോലിയും ഞാൻ തന്നെ ചെയ്തോളാം. ലിറ്റിൽ റെഡ് ഹെന്നെ സഹായിക്കാൻ ആരും വന്നില്ല. ഇത്തവണയും എല്ലാ ജോലികളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. അത് വിളവെടുപ്പും നടത്തി. വിളവെടുപ്പിന് ശേഷം ആ ഗോതമ്പ് മണികൾ പൊടിക്കാൻ സുഹൃത്തുക്കളോട് അവൾ സഹായം അന്വേഷിച്ചു. ഗോതമ്പ് മണികൾ പൊടിക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കാമോ? പശു, ഇത്തവണയെങ്കിലും നിനക്ക് എന്നെ സഹായിക്കാമോ? എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഇത് പാല് കറക്കുന്ന സമയമാണ്. നീ തന്നെ ചെയ്തോ. പിഗ്, ഇത്തവണയെങ്കിലും നീ സഹായിക്കാമോ? എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അത്താഴത്തിനുള്ള സമയം അടുത്തു. ഡോഗ്, ഇത്തവണയെങ്കിലും നീ എന്നെ സഹായിക്കാമോ? എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. അത്താഴം കഴിച്ച് എനിക്ക് ഉറങ്ങാൻ സമയമായി. എന്നാ ശരി, ഇതും ഞാൻ തന്നെ ചെയ്തോളാം. ലിറ്റിൽ റെഡ് ഹെൻ ഒറ്റയ്ക്ക് തന്നെ ആ ഗോതമ്പ് മണികളെല്ലാം പൊടിച്ചെടുത്തു. ആ പൊടി കൊണ്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ അത് തീരുമാനിച്ചു. തന്നെ സഹായിക്കാൻ സുഹൃത്തുക്കൾക്ക് മറ്റൊരവസരം കൂടി നൽകി.
ബ്രെഡ് ഉണ്ടാക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കാമോ? പശു, ബ്രെഡ് ഉണ്ടാക്കാൻ നീയെങ്കിലും എന്നെ സഹായിക്കാമോ? എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഇതുണ്ടാക്കാൻ എനിക്കറിയില്ല. നീ പോയി ചെയ്യേ. പിഗ്, ബ്രെഡ് ഉണ്ടാക്കാൻ നീയെങ്കിലും എന്നെ സഹായിക്കാമോ? എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഡോഗ്, ബ്രെഡ് ഉണ്ടാക്കാൻ നീയെങ്കിലും എന്നെ സഹായിക്കാമോ? എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഈ പണികളൊന്നും എനിക്കറിയില്ല. നീ തന്നെ ചെയ്താ മതി. എന്നാ ശരി, ഞാൻ തന്നെ ചെയ്തോളാം. ലിറ്റിൽ റെഡ് ഹെൻ ഒറ്റയ്ക്ക് തന്നെ ആ ബ്രെഡ് ബേക്ക് ചെയ്തെടുത്തു. ബ്രെഡ് തയ്യാറായതിനു ശേഷം കുറച്ചു നേരം അത് തണുക്കാൻ വെച്ചു. ഇപ്പോൾ ആ ബ്രെഡ് കഴിക്കാനുള്ള പരുവത്തിലായി. ആ സമയത്ത് അവിടെ ആരുമില്ലായിരുന്നു. ആ, ഈ ബ്രെഡ് കഴിക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കുമോ? ഞാൻ വരാം, ഞാനും വരാം. ഞാനും വരാം. വേണ്ട, ആരും സഹായിക്കണ്ട. ജോലിയെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്തത്. ജോലിക്കുള്ള ഫലം എനിക്ക് മാത്രം മതി. ആർക്കും തരില്ല.